ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ്, മുഖത്ത് പാടുകൾ, അങ്ങനെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാഞ്ഞ് മുഖം നല്ല മിനുസമുള്ളതും അടിപൊളിയായിട്ട് മിന്നിത്തിളങ്ങും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മുഖത്തുള്ള കരിവാളിപ്പ്, മുഖത്തുള്ള പാടുകൾ, അങ്ങനെ മുഖത്ത് ഇപ്പം എന്താ പറയുക, എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പാക്ക് സൂപ്പറാണ്. അപ്പം നമുക്ക് പാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതെങ്ങനെയാണ് തേക്കണതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാർക്കുള്ള പാക്കാണിത്. ഡ്രൈ സ്കിന്നുകാർക്കും ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിന്ന് നല്ല മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതിയേ. അപ്പോൾ ഇന്ന് ഞാൻ പാക്കിനായിട്ട് എടുത്തേക്കണത് ഓറഞ്ച് പീൽ പൗഡറാണ്. നമുക്കിത് കടകളിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. എന്താ പാക്കറ്റ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് പീൽ പൗഡർ വെച്ചുള്ള ഒരുപാട് ഫേസ് പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ലതാണ് കേട്ടോ. ഇന്നുണ്ടാക്കുന്നതും നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ ഞാൻ പുതിയത് മേടിച്ചതാണ്, പഴയത് തീർന്നായിരുന്നു. അപ്പോൾ പുതിയത് മേടിച്ചു, കവർ പൊട്ടിച്ചു. നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓറഞ്ച് തൊലി ഉണക്കി പൊടിപ്പിച്ചൊക്കെ വെക്കുക. ഇപ്പം നല്ല ഒരു കാലാവസ്ഥയാണ്, നല്ല പൊള്ളുന്ന വെയിലല്ലേ. ഓറഞ്ചൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം മേടിക്കാറുണ്ടല്ലേ. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പം എല്ലാ വീടുകളിലും ഓറഞ്ചൊക്കെ മേടിച്ചിട്ട്, ഓറഞ്ച് ചെറുനാരങ്ങയൊക്കെ. അപ്പം ഓറഞ്ചിൻ്റെ തൊലി അങ്ങനെ മേടിച്ചിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിപ്പിച്ച് അങ്ങ് വെക്കുവാണെങ്കിൽ ഇതുപോലത്തെ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇതുപോലത്തെ പാക്ക് മേടിക്കുവാണെങ്കിൽ നമുക്കൊന്നും അങ്ങനത്തെ പണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓറഞ്ച് തൊലി മേടിച്ച് പൊടിച്ച് അതൊക്കെ വലിയ പണിയാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ഞാൻ ചെയ്തിട്ട് എനിക്കങ്ങ് ശരിയായില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ പാക്കറ്റാണ് മേടിക്കുന്നത്. അപ്പോൾ ഇതിന് 50 രൂപയാട്ടോ വില. നമുക്ക് ഒത്തിരി നാളത്തേക്കുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓയിൽ സ്കിന്നുകാർക്കാണ് ഞാൻ പറയണത്. ഓയിൽ സ്കിന്നുകാർക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്ക് റോസ് വാട്ടർ കുറച്ചെടുത്താൽ മതി കേട്ടോ. റോസ് വാട്ടർ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കുറച്ചെടുത്താൽ മതി. നമുക്ക് അതിലോട്ട് ബദാം ഓയിലോ ഉലുവ ഓയിലോ മിക്സ് ചെയ്ത് നമുക്ക് പാക്കായിട്ട് മുഖത്ത് അങ്ങ് തേക്കാം കേട്ടോ. മുഖം നല്ല സൂപ്പറായിരിക്കും. പാടൊക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞോളും. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചുളിവുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറയാനൊക്കെ അടിപൊളിയാണ്. നമ്മളിതിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് മിക്സ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ നല്ല സൂപ്പറായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഓയിൽ സ്കിന്നുകാർക്കുള്ള പാക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മിക്സ് ചെയ്യണത് തൈരാണ്. തൈര് നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. അത് മതിയേ. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇച്ചിരി കൂടെ തൈര് ആവശ്യമുണ്ട്, ചേർത്ത് കൊടുക്കാം. കുറച്ച് റോസ് വാട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറേശ്ശെ ആയിട്ട് ചേർക്കണത്. ഇപ്പം ഒത്തിരി അങ്ങ് ചേർക്കുമ്പോൾ വെള്ളം പോലെ അയ്യല്ലേ, വീണ്ടും നമ്മൾ പൊടികൾ ഇട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ അല്ലേ. റോസ് വാട്ടർ ഒഴിച്ചു. ഇത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം കറക്റ്റുള്ള പാക്കായിട്ടുണ്ട്. ഞാൻ നേരത്തെ പിശുക്കിയായിട്ട് ഒഴിച്ചത്.
ഓറഞ്ച് തൊലിയുടെ മണവും റോസ് വാട്ടറിൻ്റെ മണമൊക്കെ കൂടുന്നപ്പം അടിപൊളി ഒരു സ്മെല്ലാട്ടോ കിട്ടണേ. തൈരിൻ്റെ ആ ഒരു പുളിച്ച മണമൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ചന്ദന കളറായിട്ടുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് ഉണ്ടെങ്കിൽ നല്ല വണ്ണം കുറഞ്ഞു കിട്ടും. മുഖക്കുരു വന്ന പാടുകൾ കുറയും. കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറയാനൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ഫേസ് പാക്കും നല്ല ഇഷ്ടമാണ്. നമ്മളെല്ലാം ഉപയോഗിച്ച് നല്ല റിസൾട്ട് തോന്നുന്നു മാത്രമാണ് കേട്ടോ നിങ്ങളുടെ തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പം അധികം ആൾക്കാർക്ക് മുഖക്കുരു വന്ന പാടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പാടാണെങ്കിൽ ഈ ഒരു പാക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതിയേ. ഇനി നമുക്ക് തേച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റൊക്കെ കഴിഞ്ഞേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. തൈരൊക്കെ ചേർത്തോണ്ട് അതൊന്നും നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ പാക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇത് വൈറ്റമിൻ സിയുടെ പാക്ക് ആയതുകൊണ്ട് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇടാൻ നോക്കുക കേട്ടോ. പകൽ ഇടുന്നത് കഴിവതും കുറയ്ക്കുക. അപ്പം ഞാനിടുന്നത് പകൽ തന്നെയാണ്. ഇനി പറ്റ കാര്യമില്ലല്ലോ. നിങ്ങളിടുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇട്ടാൽ മതി കേട്ടോ. സന്ധ്യ നേരത്തെ ഇട്ടാൽ മതിയേ. നല്ല സൂപ്പർ ഫേസ് പാക്കാണ് കേട്ടോ. മുഖമൊക്കെ നല്ല മിനുസാവേ. സാധാരണ ഫേസ് പാക്ക് വെക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ മുഖത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കല്ലേ. അരിപ്പൊടിയുടെ ആണെങ്കിലും മുൾട്ടാണി മിട്ടിയുടെ ഒക്കെ ആണെങ്കിൽ മുഖത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല. അതൊക്കെ ഇങ്ങനെ കഴുകി എടുക്കാൻ ഇച്ചിരി താമസമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഉണങ്ങി കഴിയുമുണ്ടല്ലോ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് തോണ്ടി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാനിത് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളേ. കഴുത്തിലൊക്കെ തേച്ചാലേ ഡ്രസ്സിലൊക്കെ ആകും. ഞാൻ കഴുത്തിലൊക്കെ പാക്ക് ഇടാറുണ്ട് കേട്ടോ. ഇപ്പം ഇടുന്ന പാക്കൊക്കെ ആണെങ്കിൽ വൈകുന്നേരം കുളിക്കാൻ നേരത്ത് കഴുത്തിൽ കൂടി ഇട്ടിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് കഴുത്തൊക്കെ കഴുകാറ്. ഇനിയിപ്പോൾ നിങ്ങളുടെ എൻ്റെ ഡ്രസ്സിന് ഷാളിലൊക്കെ ആകും. അതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ. എപ്പോഴിട്ടാലും നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യണേ. പിന്നെ പ്രത്യേകിച്ച് ഈ കരിമങ്കലുള്ള ആൾക്കാർക്കില്ലേ, അവർക്ക് ഇതുപോലത്തെ വൈറ്റമിൻ സി അടങ്ങിയ ഫേസ് പാക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവട്ടെ. മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുവേ. കരിമങ്കലൊക്കെ നല്ല വണ്ണം കുറഞ്ഞോളും. പിന്നെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കരിമങ്കൽ അവിടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടുവാണെങ്കിൽ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. നമുക്കിനി പാടുകൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ 3 തവണ ആയാലും മതി. കരിമങ്കലുള്ളവരുടെ കാര്യമാണ് പറയണേ. കരിമങ്കലുള്ളവരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ഇട്ടാലൊന്നും ഒരു പ്രശ്നവുമില്ലേ. പിന്നെ എന്ത് തേച്ചാലും തേച്ച് കഴുകി ഈ ഒരു പാക്ക് തേച്ച് കഴുകി കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ അലോവേറ ജെല്ലോ എന്തെങ്കിലും മുഖത്തങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മുടെ സ്കിൻ അങ്ങ് ഡ്രൈ ആകാൻ അനുവദിക്കരുത് കേട്ടോ. അപ്പോൾ ഓയിൽ സ്കിന്നാണെങ്കിലും അധികം ഡ്രൈ ആവുമെന്ന് അനുവദിക്കല്ലേ. അപ്പോൾ ഞാനിതാ നെറ്റിയിലൊക്കെ ഇങ്ങനെ തേക്കുന്നതനുസരിച്ച് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അതാ കുറച്ചും കൂടി ഉണ്ടേ. ഇത്രയും മതി. ബാക്കി നമുക്ക് കഴുത്തിൽ പിന്നെ ഇടാം. ഒരു ക്രീം കളറായിട്ടാണ് കേട്ടോ നമ്മുടെ പാക്ക് ഇരിക്കുന്നത്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ സൂപ്പറാണ്. അപ്പം ഞാനിതാ മുഖം നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും കൂടെ അങ്ങ് തേക്കുക. പകൽ തേക്കരുത്, വൈകുന്നേരങ്ങളിൽ മാത്രം തേച്ചാൽ മതിയേ. അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ പിഗ്മെൻ്റ് ആവും കേട്ടോ. അതുകൊണ്ടാണ് പറയണത്, വൈകുന്നേരങ്ങളിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഉച്ചനേരത്ത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് തേച്ചെടുപ്പിച്ചിട്ടുണ്ടേ. ഒരു 15-20 മിനിറ്റ് നമുക്ക് മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകിയെടുക്കാം കേട്ടോ. നല്ല രസമായിരിക്കും നമ്മുടെ മുഖം കാണാനായിട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഓറഞ്ച് പീൽ പൗഡർ, റോസ് വാട്ടർ, തൈര്, ഈ 3 സാധനങ്ങൾ മാത്രം മതിയല്ലോ. വേറെ ഒരുപാടൊന്നും വേണ്ട. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഓറഞ്ചിന് തൊലി നന്നായിട്ട് ഉണക്കി പൊടിപ്പിച്ചിട്ട് ഒരു ടിന്നകത്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണത്തിന് പാക്ക് ഉണ്ടാക്കാം.
അല്ലേ, ധൈര്യമായിട്ട് തേച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ഉണങ്ങട്ടെ കേട്ടോ. പാക്ക് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. ഞാൻ തേച്ച ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇച്ചിരി കട്ടിയിൽ ഞാൻ തേച്ച് കൊടുത്തായിരുന്നേ. അപ്പോൾ ഈ ഭാഗം ഇച്ചിരി ഉണങ്ങാനുണ്ട്. എന്തായാലും 15-20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് എന്തായാലും കഴുകി കളഞ്ഞേക്കാം. കുറച്ച് വെള്ളം എടുത്ത് നനച്ച് കൊടുക്കണേ. ഇങ്ങനെ ഒരു മസാജ് പോലെ അങ്ങ് ചെയ്യണം കേട്ടോ. കണ്ട ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ മുഖത്തുനിന്ന് ഇളക്കി മാറ്റാൻ പറ്റുമേ. വേറെ എന്താ പറയുക, ഈ അരിപ്പൊടിയുടെ പാക്കൊക്കെ ഇല്ലേ, ഗോതമ്പ് പൊടിയുടെ ഒക്കെ, അതൊക്കെ ഇച്ചിരി നന്നായിട്ടൊന്ന് മുഖം നല്ല വൃത്തി നനച്ച് കൊടുത്താലൊന്നും ശരിക്കൊന്നും ഇളകി വരത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ മസാജ് ചെയ്യണേ. കവിളിൻ്റെ സൈഡൊക്കെ നല്ലവണ്ണം അങ്ങ് മസാജ് ചെയ്യണം കേട്ടോ. കുറച്ച് മാറ്റാവേ. കയ്പ, ഒരു കയ്പാണ് വായിക്കത്ത് വരുന്നത്. നോക്കി മുഖം തുടച്ച് മാറ്റുമ്പോൾ തന്നെ മുഖം നല്ല നിറം വെച്ചു കേട്ടോ. നമുക്ക് പകലൊക്കെ വീഡിയോ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. രാത്രിയിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ തെളിച്ചം കിട്ടില്ല കേട്ടോ ഫോണ്. അതുകൊണ്ട് ഞാൻ പകൽ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാവേ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. കഴുകിയിട്ട് വേഗം വരാം. ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് തേച്ചുകൊണ്ട് നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഒരു തരി പോലും ഇല്ലേ, ഇങ്ങനെ നൈസായിട്ട് കിട്ടിയ ഉള്ള പാക്കാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആകും. പിന്നെ പകൽ നിങ്ങൾ ഉപയോഗിക്കുകയേ വേണ്ട, നിങ്ങൾ വൈകുന്നേരങ്ങളിൽ മാത്രം ഈ പാക്ക് ഉപയോഗിച്ചാൽ മതിയിട്ട്. ഞാനിപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ലോഷൻ തേക്കാൻ പോകും, കാരണം നല്ല വെയിലൊക്കെ ചൂടൊക്കെ ആണല്ലോ. എന്തായാലും സൺസ്ക്രീൻ ലോഷൻ ഇപ്പോൾ തന്നെ ഞാൻ തേക്കും. അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ മാത്രം തേച്ചാൽ മതി. ആ വെയിലും ചൂടൊക്കെ മാറി ഒരു 8 മണി 8 മണിയില്ല ആ സമയത്ത് തേച്ചാൽ മതി കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ റോസ് വാട്ടർ ഉപയോഗിക്കേണ്ട. റോസ് വാട്ടറിന് പകരം ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ മിക്സ് ചെയ്താൽ മതി. തൈര്, ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ, പിന്നെ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ. ഡ്രൈ സ്കിൻ ആരുടെ കാര്യമാണ് പറഞ്ഞത്. ഓയിൽ സ്കിന്നവർ ഇതുപോലെ തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. തൈര് റോസ് വാട്ടറും നമ്മൾ സമസമം എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. നല്ല സൂപ്പറാണ്. മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. ഒരുപാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ, അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കാം, വൈകുന്നേരങ്ങളിൽ മാത്രം ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.